അവർ ഔദ്യോഗികമായി 2019 പാർലമെന്റ് ഇലക്ഷൻ വരെ LDF സ്ഥാനാർത്ഥികൾക്കായിരുന്നു സംസ്ഥാനത്ത് പിന്തുണ കൊടുത്തുകൊണ്ടിരുന്നത്. ഞങ്ങളൊക്കെ മത്സരിച്ചാണല്ലോ തെരഞ്ഞെടുപ്പിൽ. 96 മുതൽ നമ്മളെല്ലാം മത്സരിക്കുന്നത്. ഈ 2019 മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഒരു പൊതു പിന്തുണ കോൺഗ്രസ് നൽകിയിട്ടില്ല. ചിലപ്പോൾ ഒരു 4-5 സ്ഥാനാർത്ഥികളെ ആർക്കെങ്കിലും ഒരു മുന്നണിയിൽ കൊടുത്തു കാണാം. ആ കൂട്ടത്തിൽ വട്ടിയൂർക്കാവിൽ പിന്തുണ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവര് LDFന്റെ കൂടെയായിരുന്നു, CPMന്റെ കൂടെയായിരുന്നു. നിരവധി പതിറ്റാണ്ടുകളായി ജമാഅത്ത് ഇസ്ലാമി അവരുടെ കൂടെയായിരുന്നു. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും എനിക്കെതിരായിരുന്നു അവര് അന്ന് നിലപാടെടുത്തത്. രാഷ്ട്രീയമായ നിലപാടാണ്. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം എന്നൊരു നിലപാടെടുത്ത് അവര് രാഷ്ട്രീയ മാറ്റം ഉണ്ടായി. അതുവരെ അവര് മതേതരവാദികളായിരുന്നു CPMൽ. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയിട്ടുണ്ട്, പാർട്ടി സെക്രട്ടറി ആയപ്പോൾ പോയിട്ടുണ്ട്. ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അവരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്, അവരുടെ അമീറുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പൊ അന്നൊന്നും അവർ വർഗീയവാദികളല്ല. ഇപ്പോൾ അവർക്കെതിരെ പറഞ്ഞുകൊണ്ട് ഒരു ഭൂരിപക്ഷ പ്രീണനം നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിന് പേര് കൂടെ പറയുന്നത് മാത്രം. ഇവരോടൊപ്പം എത്ര സ്ഥലത്ത് ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ അവരുടെ പിന്തുണയോടുകൂടി എത്രയോ സ്ഥലത്ത് മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ SDPI ചേർന്ന് എവിടെയെല്ലാം മത്സരിച്ചിട്ടുണ്ട്. CPM ലോക്കൽ ബോഡി എത്രയോ പഞ്ചായത്തുകളിൽ ഭരണം ഇരിക്കുന്നു, നിരവധിയായിട്ടുള്ള സംസ്ഥാനത്ത് സ്ഥലത്തിരിക്കുന്നു. ഇതൊക്കെ ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അതുവരെ ന്യൂനപക്ഷ പ്രീണനായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, പാർലമെന്റ് ഇലക്ഷന്റെ 35 ദിവസവും CAA കുറിച്ചാണ് സംസാരിച്ചത്. ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ CAA എന്നുള്ളൊരു വാക്ക് മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്ന് വന്നിട്ടില്ലല്ലോ, ഒരു CPM നേതാവിന്റെയും വന്നിട്ടില്ലല്ലോ. അപ്പൊ ഭൂരിപക്ഷ പ്രീണനമായി. പിന്നെ സൗകര്യം പോലെ ഊന്തിന്റെ നിറം മാറുന്നത് പോലെ ഈ ഭൂരിപക്ഷ പ്രീണനവും ന്യൂനപക്ഷ പ്രീണനവും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തികഞ്ഞ മതേതര നിലപാടാണ്, സെക്യുലർ നിലപാടാണ്. ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും പ്രോത്സാഹിപ്പിക്കില്ല, ന്യൂനപക്ഷ വർഗീയതയും പ്രോത്സാഹിപ്പിക്കില്ല. രണ്ടിനോടും ഏറ്റുമുട്ടേണ്ട സ്ഥലത്ത്, അവരത് കാണിക്കുന്ന സ്ഥലത്ത്, ആ വർഗീയത കാണിക്കുന്ന സ്ഥലത്ത് അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഇതാണ് നിലപാട്, ഉറച്ച നിലപാടാണ്. അത് കേവല രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടി ഞങ്ങൾ അത് മാറ്റില്ല.